CBS ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. ലോകരാജ്യങ്ങൾക്ക് തീരുവ ചുമത്തുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്ക് അമേരിക്കൻ സുപ്രീം കോടതിയിൽ വൻ തിരിച്ചടി. തീരുവകൾ റദ്ദാക്കി. താരിഫ് ചുമത്താൻ ട്രംപിന് അധികാരമില്ലെന്നും നടപടികൾ നിയമവിരുദ്ധമെന്നും കോടതി. ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾക്ക് ആശ്വാസം. ട്രംപിന്റെ ബോർഡ് ഓഫ് പീസിന്റെ ആദ്യ യോഗത്തിൽ നിരീക്ഷക രാജ്യമായി പങ്കെടുത്ത ഇന്ത്യ. അനുകൂല കരാറിന് തയ്യാറായില്ലെങ്കിൽ 10 ദിവസത്തിനകം ഇറാന് മറുപടിയെന്ന് ട്രംപ്. ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദയ്ക്കും നഴ്സ് PS ധന്യയ്ക്കും സസ്പെൻഷൻ. സിസ്റ്റത്തെ പഴിചാരിയ ഡോക്ടർമാർ. ശസ്ത്രക്രിയ ഉപകരണം എത്ര കാലം ശരീരത്തിൽ കിടന്നാലും കുഴപ്പമില്ലെന്ന് മുൻ യൂണിറ്റ് ചീഫ് ഡോക്ടർ ലളിതാംബിക. കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വീട്ടമ്മയുടെ ശസ്ത്രക്രിയ നാളെ. പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ സംഘടനകൾ. തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ ആരോഗ്യവകുപ്പ് ജീവനക്കാർ ജാഗ്രത പുലർത്തണമെന്ന് സർക്കുലർ. സമരം തുടർന്ന് ഡോക്ടർമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അറസ്റ്റിൽ സർക്കാരിനെതിരെ തന്ത്രി കണ്ഠരര് രാജീവര്. സർക്കാരിന് തന്നോട് വൈരാഗ്യമെന്നും യുവതീ പ്രവേശനത്തെ എതിർത്തത് മുതൽ ശത്രുതയെന്നും തന്ത്രി. തെളിവില്ലാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്തിനെന്ന് SIT വ്യക്തമാക്കണമെന്ന് VD സതീശൻ. കട്ടിളപ്പാളി കേസിൽ A പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം. ദ്വാരപാലക സ്വർണ്ണപ്പാളി കേസിൽ റിമാൻഡിലായതിനാൽ ജയിൽ മോചിതനാകാനാവില്ല. ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീക്ക് മുൻകൂർ ജാമ്യം നൽകി സുപ്രീം കോടതി. സബ്മിറ്റ് പവലിയനിലേക്ക് ഷർട്ടൂരി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ പ്രതിഷേധിച്ച 10ഓളം പേരെ അറസ്റ്റ് ചെയ്തു. നിർമ്മിത ബുദ്ധിയുടെ പുതുയുഗമാണ് ഉച്ചകോടിയിലൂടെ തുറന്നതെന്ന് ശശി തരൂർ. ഉച്ചകോടിക്ക് ഇന്ന് സമാപനം. അടുത്ത ഉച്ചകോടി സ്വിറ്റ്സർലാൻഡിൽ. ഇറാൻ അന്ത്യശാസനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അനുകൂല കരാറിലെത്താൻ തയ്യാറായില്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ഇറാന് മറുപടിയെന്ന് ട്രംപ്. സാഹചര്യങ്ങൾ നിരീക്ഷിച്ച ഇറാൻ. ട്രംപിന്റെ ബോർഡ് ഓഫ് പീസിന്റെ ആദ്യ യോഗത്തിൽ നിരീക്ഷക രാജ്യമായി പങ്കെടുത്ത ഇന്ത്യ. T20 ലോകകപ്പ് സൂപ്പർ 8 പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ പാകിസ്ഥാൻ ന്യൂസിലാൻഡ് പോരാട്ടം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനത്ത പ്രഹരമായി സുപ്രീം കോടതി വിധി. വിവിധ രാജ്യങ്ങൾക്ക് പ്രതികാര നടപടിയുടെ ഭാഗമായി ട്രംപ് ഏർപ്പെടുത്തിയ താരിഫുകൾ സുപ്രീം കോടതി റദ്ദാക്കി. വ്യാപകമായ രീതിയിൽ താരിഫുകൾ ഏർപ്പെടുത്തിയ ട്രംപ് തന്റെ അധികാര പരിധി ലംഘിച്ചുവെന്ന് കോടതി വിധിച്ചു. ദേശീയ അടിയന്തരാവസ്ഥകളിൽ ഉപയോഗിക്കുവാൻ ഉദ്ദേശിച്ചുള്ള നിയമത്തിന് കീഴിലാണ് ട്രംപ് താരിഫുകൾ ചുമത്തിയതെന്ന് വിധിയിൽ വ്യക്തമാക്കി. അതേസമയം താരിഫ് തിരിച്ചടിയിൽ ട്രംപിന് ഒരു പ്ലാൻ B ഉണ്ടാകുമെന്നും ട്രംപിന്റെ നടപടികൾ ഇനി കാത്തിരുന്നു കാണണമെന്നും നയതന്ത്ര വിദഗ്ധൻ TP ശ്രീനിവാസൻ അമൃത വാർത്തകളോട് പ്രതികരിച്ചു. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വാഷിംഗ്ടണിൽ ഒരു റൂമർ ഉണ്ടായിരുന്നു, സുപ്രീം കോർട്ട് റിജക്ട് ചെയ്യുന്നുള്ള ടാരിഫ്സ്. അപ്പോൾ അതുകൊണ്ടാണ് പോലും ട്രംപ് ഇന്ത്യയുടെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമെടുത്തത് എന്നായിരുന്നു വാർത്തകൾ കാണിച്ചിരുന്നത്. കാരണം അത് വരുന്നതിന് മുമ്പ് ഇന്ത്യയുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടാക്കാന്നുള്ള പറ്റി. അതുകൊണ്ടാണ് വളരെ റഷ് ചെയ്ത് വാഷിംഗ്ടണിൽ വൈറ്റ് ഹൗസിൽ നിന്ന് തന്നെ ഈ തീരുമാനങ്ങളൊക്കെ പുറപ്പെടുവിച്ചത്. വയറ്റിൽ മെഡിക്കൽ ഉപകരണം കുടുങ്ങിയ ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ കൊച്ചി അമൃത ആശുപത്രിയിൽ നാളെ നടക്കും. മെഡിക്കൽ ബോർഡ് ശസ്ത്രക്രിയ സംബന്ധിച്ച തീരുമാനങ്ങളെടുക്കും. ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി ഉഷയുടെ മകനെ അറിയിച്ചു. ഇന്ന് പുലർച്ചെയാണ് ഉഷ ജോസഫിനെ കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ചത്. KC വേണുഗോപാൽ MPയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്. ഉഷയുടെ CT സ്കാൻ പരിശോധന പൂർത്തിയായി. അമൃത ആശുപത്രിയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഡോക്ടർമാർ ചേർന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നാണ് ശസ്ത്രക്രിയാ നടപടികൾ തീരുമാനിക്കുന്നത്. സംഭവത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും മണ്ടാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നും ഉഷയുടെ മകൻ പ്രതികരിച്ചു. ഇടയ്ക്ക് പെട്ടെന്ന് വേദന വരും. ഓപ്പറേഷൻ ചെയ്തില്ല, നമ്മൾ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടായിരിക്കും എല്ലാം പോയതല്ല. പിന്നെ അതിന്റെ ഇടയിൽ എന്തെങ്കിലും വർക്ക് ജോലിയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും വേദന ആയിരിക്കും നമ്മൾ വിചാരിച്ചിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇവിടുത്തെ ഇവര് ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്ത് ഇവിടുത്തെ പോലീസിലും ഇവിടെ സ്റ്റേഷനിലും പരാതി കൊടുക്കും. കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല, ഷാനിമോൾ ഉസ്മാൻ എന്നിവർ കൊച്ചി അമൃത ആശുപത്രിയിലെത്തി ഉഷയെ കണ്ടു. സിസ്റ്റം നേരെയാകണമെങ്കിൽ വീണ ജോർജ് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സ്ഥിതി വളരെ ദയനീയമാണെന്നും അദ്ദേഹം ആരോപിച്ചു. തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പിന്റെ ഗുരുതരമായ പിഴവ് തന്നെയാണ്.
മാത്രമല്ല ഡോക്ടേഴ്സ് ഇത്ര അനാസ്ഥയോടെ പെരുമാറുന്നത് അതൊന്നും ശരിയായ നടപടിയല്ല. ഏതായാലും അമൃത ഹോസ്പിറ്റൽ വന്നതോടുകൂടി അവർക്കൊരു ആശ്വാസം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. എല്ലാ ഡോക്ടേഴ്സും കാര്യമായി പരിശോധിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കാരുണ്യത്തോടെ ഇതിനെ കാണാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല, ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സ്ഥിതി വളരെ ദയനീയമാണ്. നിരവധി തവണ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. പല ഡിപ്പാർട്ട്മെൻറ്റിലും ഡോക്ടർമാരില്ല, ആവശ്യത്തിന് സ്റ്റാഫില്ല, മരുന്നില്ല, വലിയ ബുദ്ധിമുട്ടാണ് അവർ. ആരോഗ്യമേഖലയിൽ നിന്ന് ഇത്തരം വാർത്തകൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്രയും വേഗം രാജിവെക്കണമെന്ന് ഷാനിമോൾ ഉസ്മാനും ആവശ്യപ്പെട്ടു. ആരോഗ്യ വകുപ്പിന്റെ പിഴവുകൾ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്ന് തന്നെ രാജിവെക്കണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. PR വർക്ക് നടത്തിക്കൊണ്ട് ലോകത്തെ ഏറ്റവും മികച്ച ആരോഗ്യ രംഗമെന്ന് പറയുന്നത് ആരോഗ്യ മേഖല കേരളത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ബോർഡുകളുണ്ടല്ലോ, ബോർഡുകളൊക്കെ അടിച്ച് താഴെ വെക്കണം. നിലവിൽ ഉഷയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് അമൃത ആശുപത്രി അധികൃതർ അറിയിച്ചു. നാളെ ശസ്ത്രക്രിയ നടത്താനാണ് ആലോചന. അമൃത ന്യൂസ്, കൊച്ചി. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ പിഴവിൽ നടപടി. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ജെ ഷാഹിദയെയും നഴ്സ് PS ധന്യയെയും സസ്പെൻഡ് ചെയ്തു. ശസ്ത്രക്രിയയിലെ വീഴ്ച കാരണം പുന്നപ്ര സ്വദേശിയായ ഉഷ 5 വർഷമാണ് വേദന സഹിച്ചത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടയിൽ വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക മറന്നുവച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ സംഘടനകൾ. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, BJP പ്രവർത്തകർ മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തി. സൂപ്രണ്ട് നടത്തിയ പത്രസമ്മേളനത്തിലേക്ക് ഇരച്ചുകയറി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. വണ്ടാനം മെഡിക്കൽ കോളേജിൽ വീട്ടമ്മ നേരിട്ട ചികിത്സാ പിഴവിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് ആലപ്പുഴ ജില്ലയിൽ അലയടിച്ചത്. ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്യുന്നതിനായി 5 വർഷം മുൻപ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ഉഷ ജോസഫിന്റെ വയറ്റിൽ കത്രിക കണ്ടെത്തിയതോടെയാണ് പ്രതിഷേധം കൂടുതൽ ശക്തമായത്. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. BJPയുടെയും കോൺഗ്രസിന്റെയും പ്രതിഷേധ മാർച്ചുകൾ ആശുപത്രി കവാടത്തിന് മുൻവശം പോലീസ് തടഞ്ഞപ്പോൾ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആശുപത്രി അധികൃതർ നടത്തിയ വാർത്താ സമ്മേളന ഹാളിലേക്ക് നാടകീയമായി എത്തിയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ബിനു ചുള്ളിലിന്റെ നേതൃത്വത്തിൽ എത്തിയ മൂവർ സംഘം മെഡിക്കൽ കോളേജ് അധികൃതർ നടത്തിയ പത്രസമ്മേളനവും തടസ്സപ്പെടുത്തി. കൂടുതൽ പോലീസ് സംഘമെത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. അതേസമയം പ്രതിഷേധം കടുപ്പിച്ച് യൂത്ത് കോൺഗ്രസ് സമരത്തിൽ നിന്ന് പിന്മാറാതെ നേതാക്കൾ സൂപ്രണ്ടിന്റെ ഓഫീസിന് സമീപമുള്ള പടിയിൽ കുത്തിയിരുന്നതോടെ സമരം കൂടുതൽ സംഘർഷഭരിതമായി. ഇതിനിടെ കൂടുതൽ പ്രവർത്തകർ എത്തിയതോടെ പോലീസും സമരക്കാരുമായി കയ്യാങ്കളിയായി. മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. സമരത്തിന് നേതൃത്വം നൽകിയ നേതാക്കളെ ബലം പ്രയോഗിച്ച പോലീസ് ജീപ്പിൽ കയറ്റിയെങ്കിലും വനിതാ പ്രവർത്തകർ പോലീസ് ജീപ്പിന് മുൻവശം പ്രതിഷേധവുമായി തുടർന്നതോടെ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമായി. പിന്നീട് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതേസമയം യൂത്ത് കോൺഗ്രസ്, BJP നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരങ്ങൾ പോലീസ് പ്രവേശന കവാടത്തിന് മുന്നിൽ തടഞ്ഞിരുന്നു. ഇതോടെ പ്രതിഷേധം അവസാനിപ്പിച്ച് ഇവർ മടങ്ങിപ്പോവുകയായിരുന്നു. അമൃത ന്യൂസ്, ആലപ്പുഴ. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ നിർബന്ധമാക്കിയെങ്കിലും പ്രതിഷേധം ശക്തമാക്കാനാണ് KGM-CTA തീരുമാനം. OP ബഹിഷ്കരിച്ച ഡോക്ടർമാരുടെ കണക്ക് വകുപ്പ് മേധാവിമാർ ഇതുവരെ നൽകിയിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നിലപാടുണ്ടായില്ലെങ്കിൽ ഫെബ്രുവരി 26 മുതൽ അനിശ്ചിതകാലത്തേക്ക് എല്ലാ പരീക്ഷാ ജോലികളും ബഹിഷ്കരിക്കുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. അതേസമയം PG ഡോക്ടർമാർ സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചെങ്കിലും പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് ഡോക്ടർമാരുടെ സംഘടന. KGM-CTAയുമായി പല ഘട്ടങ്ങളിലായി ചർച്ച നടത്തിയിരുന്നെങ്കിലും ആ ചർച്ചകളിൽ ഒന്നും തന്നെ സമവായമുണ്ടായില്ല. അതിനെ തുടർന്നാണ് പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഡോക്ടർമാർ കടന്നത്. സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ്നോണും നിർബന്ധമാക്കി. ചിലരെങ്കിലും ഹാജർ രേഖപ്പെടുത്തിയതിനു ശേഷം പണിമുടക്കിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന കണ്ടെത്തലിന് പിന്നാലെ അത്തരക്കാരുടെ പേരുവിവരങ്ങൾ കൃത്യമായി കൈമാറണമെന്നാണ് ജില്ലാ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അഡീഷണൽ സെക്രട്ടറി ഉത്തരവ് നൽകിയത്. അതേസമയം OP ബഹിഷ്കരിച്ച ഡോക്ടർമാരുടെ കണക്ക് വകുപ്പ് മേധാവിമാർ നൽകിയില്ല. DMA ആവശ്യപ്പെട്ട കണക്ക് നൽകാൻ വകുപ്പ് മേധാവിമാർ തയ്യാറായില്ല. എന്നാൽ PG ഡോക്ടർമാർ സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് അധികൃതരുമായി നടത്തിയ നിർണായക ചർച്ച വിജയിച്ചതിനെ തുടർന്നാണ് സമരത്തിൽ നിന്ന് പിന്മാറാൻ PG ഡോക്ടർമാരുടെ സംഘടന തീരുമാനിച്ചത്. ഡോക്ടർമാർ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിച്ചത്.
അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അറസ്റ്റിൽ സർക്കാരിനെതിരെ തന്ത്രി കണ്ഠരര് രാജീവര്. യുവതീ പ്രവേശനത്തെ എതിർത്തത് മൂലം സ്വർണ്ണ കവർച്ചാ കേസിൽ കുടുക്കിയെന്നും അറസ്റ്റിനു പിന്നിൽ സർക്കാരിന്റെ വൈരാഗ്യമെന്നും തന്ത്രി പറഞ്ഞു. അതേസമയം കട്ടളപ്പാളി കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ എ പത്മകുമാറിന് ജാമ്യം. എ പത്മകുമാർ കഴിഞ്ഞ നവംബർ 20-നാണ് കട്ടളപ്പാളി കേസിൽ അറസ്റ്റിലാകുന്നത്. പിന്നാലെ ദ്വാരപാലക ശില്പക്കേസിലും ഡിസംബർ 3-ന് ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. ആദ്യ കേസിൽ അറസ്റ്റിലായി റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായതോടെയാണ് സ്വാഭാവിക ജാമ്യം തേടി പത്മകുമാർ വിജിലൻസ് കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച കോടതി സ്വാഭാവിക ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ കാരണമായി. അതേസമയം ദ്വാരപാലക ശില്പക്കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ പത്മകുമാർ ജയിൽ മോചിതനാകില്ല. അടുത്ത ആഴ്ചയോടെ ദ്വാരപാലക ശില്പക്കേസിലും റിമാൻഡ് 90 ദിവസം പൂർത്തിയാകും. തുടർന്ന് സ്വാഭാവിക ജാമ്യ ഹർജി നൽകി പത്മകുമാറും പുറത്തിറങ്ങും. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും N വാസുവും അടക്കമുള്ളവർ നേരത്തെ സ്വാഭാവിക ജാമ്യം ലഭിച്ച് ജയിൽ മോചിതരായിരുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ പത്മകുമാറിനെതിരെ ദേവസ്വം ബോർഡ് മുന്നംഗങ്ങളുടെ അടക്കം മൊഴിയുണ്ട്. മിനിറ്റ്സിൽ ഒപ്പുവച്ചത് ഉൾപ്പെടെ എല്ലാം പത്മകുമാർ അറിഞ്ഞുകൊണ്ടാണ് നടന്നതെന്നായിരുന്നു മൊഴി. അതേസമയം സർക്കാരിന് തന്നോടുള്ള വൈരാഗ്യമാണ് തന്നെ പ്രതിയാക്കിയതിന് പിന്നിലെന്ന് തന്ത്രിയുടെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു. തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് യുവതീ പ്രവേശനത്തെ എതിർത്തതുമൂലം തനിക്കെതിരെ സർക്കാരിന്റെ ശത്രുതയുണ്ടായിരുന്നതായി തന്ത്രി പറയുന്നത്. ഇത് അറസ്റ്റിലേക്ക് നയിക്കാനുള്ള കാരണമായി എന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. പ്രഥമ ദൃഷ്ട്യാ തന്ത്രിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ തെളിവുകൾ ഇല്ലെന്ന വിലയിരുത്തലിൽ കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതി തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. കേസിലെ മറ്റൊരു പ്രതിയായ ദേവസ്വം ബോർഡ് മുന്നംഗം KP ശങ്കർദാസ് ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ജാമ്യഹർജി 23-ന് വിജിലൻസ് കോടതി പരിഗണിക്കും. അമൃത ന്യൂസ്, കൊല്ലം. തെളിവില്ലാതെ ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്തിനെന്ന് SIT വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണത്തെപ്പറ്റി അന്വേഷണത്തിന് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടണമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ സെക്രട്ടറി S ജയശ്രീക്ക് മുൻകൂർ ജാമ്യം. SIT ആവശ്യപ്പെടുമ്പോൾ ഹാജരാകാൻ ജയശ്രീക്ക് കോടതി നിർദ്ദേശം നൽകി. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടി. ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഹൈക്കോടതി തടഞ്ഞു. സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കാണ് നിയമന നീക്കം നടന്നത്. കോടതിയുടെയും സുപ്രീം കോടതിയുടെയും നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ട് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ധാർഷ്ട്യത്തിനാണ് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടത്. തിരഞ്ഞെടുപ്പ് അടുക്കുന്ന കാലത്ത് താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തി പ്രീതി പിടിച്ചു കയറ്റുക എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. മുൻപ് പഞ്ചായത്തുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും 10 വർഷം ജോലി ചെയ്തവരെ സ്ഥിരപ്പെടുത്തുവാനുള്ള നീക്കം സുപ്രീം കോടതി തടഞ്ഞിരുന്നു. സുപ്രീം കോടതി ഉത്തരവിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചു മാത്രമേ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താവൂ എന്ന് അതിനുശേഷം ഹൈക്കോടതിയുടെയും ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ ഈ ഉത്തരവെല്ലാം മറികടന്നാണ് ചീഫ് സെക്രട്ടറി പുതിയ ഉത്തരവിറക്കിയത്. 23ഓളം വകുപ്പുകളിലും സർക്കാരിന്റെ കീഴിലുള്ള അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താനായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ നീക്കം. ഇത് കോടതിയെ ലക്ഷ്യ നടപടികൾ വിളിച്ചു വരുത്തുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രഥമ ദൃഷ്ട്യാ ഇതിൽ കോടതിയെ ലക്ഷ്യമുണ്ടെന്ന് ഹൈക്കോടതിക്കും ബോധ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് ചീഫ് സെക്രട്ടറി ഉത്തരവ് ഹൈക്കോടതി മരവിപ്പിച്ചത്. തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ആനുകൂല്യങ്ങൾ നൽകുന്നതിനെതിരെ സുപ്രീം കോടതിയും കഴിഞ്ഞ ദിവസം വിമർശനം മുതിർത്തിരുന്നു. നിലവിൽ ഹൈക്കോടതി ഉത്തരവും നിർദ്ദേശങ്ങളും നിലനിൽക്കുമ്പോഴാണ് അത് മറികടന്നുകൊണ്ട് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയത്. ഇതിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതി ഉത്തരവ്. അമൃത ന്യൂസ്, കൊച്ചി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ സംസ്ഥാനത്ത് പൂർത്തിയായി. അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. 2,69,53,644 പൗരന്മാരാണ് അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഒട്ടേറെ രാഷ്ട്രീയ നിയമയുദ്ധങ്ങൾക്ക് വഴിവെച്ച കേരളത്തിലെ SIRന്റെ അന്തിമ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. നിലവിൽ 1,31,26,048 പുരുഷന്മാരും 1,38,27,319 സ്ത്രീകളും അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 2,23,558 പേർ പ്രവാസി വോട്ടർമാരാണ്. 54,110 സർവീസ് വോട്ടർമാരുമുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നവംബറിലാണ് ആരംഭിച്ചത്. ഡിസംബർ 23 മുതൽ ജനുവരി 30 വരെ കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച അവകാശവാദങ്ങളും എതിർപ്പുകളും വ്യക്തമാക്കാനുള്ള കാലയളവായിരുന്നു. ഡിസംബർ 23 മുതൽ ഫെബ്രുവരി 14 വരെ പല ഘട്ടങ്ങളിലായി ഹിയറിംഗും പരിശോധനകളും നടന്നു. ഇവയെല്ലാം പരിഗണിച്ചാണ് നാളെ അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കുക.
പേര് ചേർക്കാനും തിരുത്താനുമായി ലഭിച്ച അപേക്ഷകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്തും. ജനുവരി 30 ശേഷം ലഭിച്ച അപേക്ഷകൾ അന്തിമ പട്ടിക പുറത്തിറങ്ങിയ ശേഷമേ പരിഗണിക്കുകയുള്ളൂ. അർഹരെ അനുബന്ധ പട്ടികയിൽ ചേർക്കുമെന്നാണ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കുവൈറ്റ് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ റമദാൻ നോമ്പ് തുറ വിഭവങ്ങൾ വിതരണം ചെയ്തു. കുവൈറ്റ് സിറ്റിയിലെ ഹോളി ഫാമിലി കത്തീഡ്രൽ ചർച്ചിന് മുന്നിലൂടെ കടന്നു പോകുന്ന മുസ്ലിം മതവിശ്വാസികൾക്കാണ് നോമ്പ് തുറയ്ക്കുള്ള ഈന്തപ്പഴവും വെള്ളവും വിതരണം ചെയ്ത് മതസൗഹാർദ്ദത്തിന്റെ മഹനീയ മാതൃക കാട്ടിയത്. കുവൈറ്റ് കത്തോലിക്ക സഭയുടെ വക്താവായ ഫാദർ സുലൈമാൻ ഹൈഫാവിയും നിരവധി പുരോഹിതരും പരിപാടിക്ക് നേതൃത്വം നൽകി. ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ 40 നോമ്പ് കാലവും റമദാൻ മാസവും ഇത്തവണയും ഒരുമിച്ചാണ് എത്തിയത്. ഇരുമതവിശ്വാസികൾക്കിടയിലും ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ട് പ്രാർത്ഥനകളിൽ മുഴുകാനുള്ള അവസരമാണ് ഇതെന്നും ഫാദർ സുലൈമാൻ ഹൈഫാവി വ്യക്തമാക്കി. റമദാൻ മാസത്തിന്റെ പശ്ചാത്തലത്തിൽ റോഡ് സുരക്ഷാ ക്യാമ്പയിനുമായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് ബോധവൽക്കരണ പരിപാടി നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട 40,000-ലേറെ ലഘുലേഖകൾ ദുബായ് RTA വിതരണം ചെയ്യും. നോമ്പുതുറ സമയത്തുള്ള അമിത വേഗത ഒഴിവാക്കുന്നതിനായി ഇഫ്താർ കിറ്റുകളും വിതരണം ചെയ്യും. ഡെലിവറി ബൈക്കുകൾ ഓടിക്കുന്നവർ, നിർമ്മാണ തൊഴിലാളികൾ എന്നിവരെ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. നോമ്പ് ദിവസങ്ങളിൽ ഡ്രൈവർമാർക്കുണ്ടാകുന്ന ശാരീരിക ക്ഷീണം, ഏകാഗ്രത കുറവ് എന്നിവ മൂലമുള്ള അപകടങ്ങൾ കുറയ്ക്കുകയാണ് ക്യാമ്പിന്റെ ഉദ്ദേശം. റമദാൻ മാസത്തിലെ ഗതാഗത ക്രമീകരണങ്ങളുടെ ഭാഗമായി എമിറേറ്റിലെ പ്രധാന പാതകളിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖ് സായിദ് റോഡ് ഉൾപ്പെടെയുള്ള പ്രധാന പാതകളിൽ രാവിലെ 7 മണി മുതൽ 11 മണി വരെയാണ് ട്രക്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിശുദ്ധ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് പള്ളികളിൽ വിശ്വാസികളുടെ തിരക്ക്. പ്രമുഖ ആരാധനാലയങ്ങളിലെല്ലാം നിസ്കരിക്കാനെത്തിയവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. പരിശുദ്ധ ഖുർആൻ അവതരിച്ച റംദാൻ മാസത്തിലെ ആദ്യത്തെയും അവസാനത്തെയും വെള്ളിയാഴ്ചകളിലെ ജുമാ നമസ്കാരത്തിന് വിശ്വാസികൾ പ്രത്യേക പ്രാധാന്യം നൽകാറുണ്ട്. ആദ്യ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനായി ആരാധനാലയങ്ങളെല്ലാം വിശ്വാസികളാൽ നിറഞ്ഞു. പകൽ സമയങ്ങളിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് മനസ്സ് പൂർണ്ണമായും നാഥനിൽ അർപ്പിക്കുന്ന വിശ്വാസികൾ റമദാൻ നോമ്പുകാലത്ത് എല്ലാ നമസ്കാരങ്ങളും പൂർത്തിയാക്കും. ആദ്യ വെള്ളിയാഴ്ചയെ വിശ്വാസികൾ പ്രാർത്ഥനയോടെയാണ് സ്വീകരിച്ചത്. വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് തന്നെ മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യമേറിയ പവിത്രമേറിയ മാസമാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ദിവസങ്ങളുടെ കൂട്ടത്തിലെ നേതാവും കൂടിയാണ്. ഏറ്റവും മഹത്വമേറിയ ദിവസവും കൂടിയാണ്. അത് രണ്ടും കൂടിയ ദിവസമാണ് വിശുദ്ധ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച എന്നുള്ളത്. റമദാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ വിശ്വാസികളും ആത്മീയമായിട്ട് ധാരാളം വളരുകയും ഒരുപാട് പുണ്യകർമ്മങ്ങളിലായി വിശുദ്ധ റമദാനിൻ്റെ സമയം നമ്മൾ ചെലവഴിക്കുകയും അശരണർക്ക് സഹായമായി പാവപ്പെട്ടവരെ സഹായിക്കുന്ന, അതുപോലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് താങ്ങും തണലുമായി വിശുദ്ധ റമദാൻ ധാരാളം ധർമ്മങ്ങളെ കൊണ്ട്, അതുപോലെ സഹായങ്ങളെ കൊണ്ട് നമ്മളൊക്കെ സമയം ചെലവഴിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ ഇസ്ലാം ആരാധനാലയങ്ങളായ കുറ്റിച്ചിറ മിഷ്കാൽ പള്ളി, മാനാഞ്ചിറ പട്ടാളപ്പള്ളി, പാളയം മൊയ്തീൻ പള്ളി, മാവൂർ റോഡ് മർക്കസ് ജുമാ മസ്ജിദ്, കണ്ണമ്പറമ്പ് പള്ളി എന്നിവിടങ്ങളിൽ നമസ്കാരത്തിനെത്തിയവരുടെ നിര പള്ളിക്ക് പുറത്തു വരെ എത്തി. ഹൃദയങ്ങളെയും ഉദ്ദേശങ്ങളെയും ശുദ്ധീകരിക്കാനുള്ള അവസരമായാണ് റംദാനെ ഓരോ വിശ്വാസിയും നോക്കിക്കാണുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഡൽഹിയിൽ നടന്ന നിർമ്മിത ബുദ്ധി ആഗോള ഉച്ചകോടിക്ക് ഐക്യദാർഢ്യവുമായി ദുബായ് ബുർജ് ഖലീഫയിൽ ദേശീയ പതാകയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ചിത്രങ്ങൾ. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റാണ് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. മുൻകൂട്ടി അറിയിപ്പില്ലാതെയായിരുന്നു AI ഇംപാക്ട് ഗ്ലോബൽ സമ്മിറ്റിനോടുള്ള ആദരസൂചകമായി ദുബായ് ഈ വർണ്ണക്കാഴ്ച ഒരുക്കിയത്. ഉച്ചകോടിയുടെ പ്രമേയമായ എല്ലാവരുടെയും ക്ഷേമം, എല്ലാവരുടെയും സന്തോഷം, ലോകത്തിനു വേണ്ടി ഇന്ത്യ രൂപപ്പെടുത്തുന്ന AI ഭാവി എന്നീ വാചകങ്ങളും ദൃശ്യങ്ങളായി തെളിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ വലിയ ശ്രദ്ധ കൊടുക്കുന്ന രാജ്യമാണ് UAEയും ഇന്ത്യയും. UAEയുമായുള്ള സുദൃഢ ബന്ധത്തിന്റെ നേർക്കാഴ്ച കൂടിയായി ബുർജ് ഖലീഫയിൽ തെളിഞ്ഞ ത്രിവർണ്ണ പതാകയും പ്രധാനമന്ത്രിയുടെ ചിത്രവും. വിദ്യാർത്ഥികളുടെ ഭാവനകൾക്ക് വർണ്ണപ്പൊലിമയേകി ജിദ്ദ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ സെന്റർ വാർഷിക ആർട്സ് ഫെസ്റ്റ് 2025-26 സംഘടിപ്പിച്ചു. കൊച്ചു ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് അബ്ബാസ് ചെമ്പൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ സർഗശേഷി വിളിച്ചോതുന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഖുർആൻ ഹിഫ്സ്, തജ്വീദ്, പ്രസംഗം തുടങ്ങി സ്റ്റേജ് പരിപാടികൾക്ക് പുറമെ സ്റ്റേജ് ഇതര മത്സരങ്ങളും സംഘടിപ്പിച്ചു. പ്രമുഖരായ ജമാൽ പാഷ, സോഫിയ സുനിൽ,
അഹ്മദ് കുച്ചൂർ തുടങ്ങിയവർ മത്സരങ്ങളുടെ വിധി നിർണ്ണയിച്ചു. ആൺകുട്ടികളിൽ 132 പോയിന്റ് നേടി ബ്ലൂ ഹൗസും പെൺകുട്ടികളിൽ 148 പോയിന്റ് നേടി യെല്ലോ ഹൗസും ചാമ്പ്യന്മാരായി. KNM ഗൾഫ് സെക്ടർ പൊതുപരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സെന്റർ പ്രിൻസിപ്പൽ ഷിഹാബ് സലഫി പരിപാടികൾ നിയന്ത്രിച്ചു. കുവൈത്തിലെ താമസ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളുകൾ പുതിയ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് മാറ്റാനുള്ള സർക്കാർ തീരുമാനത്തിൽ മാതാപിതാക്കൾക്ക് ആശങ്ക. പൊതുജന സുരക്ഷ, ഗതാഗത കുരുക്ക് കുറയ്ക്കൽ, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് സർക്കാർ ഈ പുതിയ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ നടപടിയിൽ സ്കൂൾ മാനേജ്മെന്റുകളും മാതാപിതാക്കളും ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രധാനമായും കുട്ടികളുടെ നിലവിലുള്ള യാത്രാ സൗകര്യത്തെ ബാധിക്കും എന്നതാണ് മലയാളികൾ അടക്കമുള്ള മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. ഈ വർഷം നടക്കുന്ന ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഒമാൻ അതിഥി രാജ്യമാകും. സംഘാടകരായ ഷാർജ ബുക്ക് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. UAEയും ഒമാനും അടക്കമുള്ള സാംസ്കാരികവും ചരിത്രപരവുമായുള്ള ബന്ധത്തിനുള്ള ആദരവായാണ് അതിഥി രാജ്യം എന്ന നിലയിലുള്ള ഒമാന്റെ പങ്കാളിത്തമെന്ന് ഷാർജ ബുക്ക് അതോറിറ്റി ചെയർപേഴ്സൺ ഷെയ്ഖ ബൗദോർ ബിൻ സുൽത്താൻ അൽ ഖാസ്മി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളകളിൽ ഒന്നായ ഷാർജ പുസ്തകോത്സവത്തിന്റെ 45ാമത് പതിപ്പാണ് ഇത്തവണ. സാഹിത്യം, കവിത, നാടകം, ദൃശ്യകലകൾ, സംഗീതം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലെ ഒമാന്റെ പൈതൃകത്തെയും സൃഷ്ടി സമ്പന്നതയും പ്രതിഫലിപ്പിക്കുന്ന പരിപാടികൾ ഷാർജ പുസ്തകമേളയിൽ അവതരിപ്പിക്കും. ജിദ്ദ മുർജാൻ ക്രിക്കറ്റ് ക്ലബ് സംഘടിപ്പിച്ച നോക്കൌട്ട് ടൂർണമെന്റ് സീസൺ 2-ൽ സെഞ്ചുറി 11 ഉജ്ജ്വല കിരീട നേട്ടം. ജിദ്ദ റെഡ് സീ ഗ്രൗണ്ടിൽ നടന്ന ആവേശകരമായ ഫൈനൽ പോരാട്ടത്തിൽ ഗോൾഡൻ ഈഗിൾസിനെയാണ് ടീം പരാജയപ്പെടുത്തിയത്. സിദ്ദിഖ് തിരുവനന്തപുരം നയിച്ച ഗോൾഡൻ ഈഗിൾസിനെതിരെ 3 വിക്കറ്റുകൾക്കായിരുന്നു ഷാഹിർ തൃശൂരിന്റെ സെഞ്ചുറി 11 വിജയം. ജിദ്ദയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മാറ്റുരച്ച 16 പ്രമുഖ ടീമുകളെ മറികടന്നാണ് സെഞ്ചുറി 11 ചാമ്പ്യന്മാരായത്. സെഞ്ചുറി 11 നസീം ടൂർണമെന്റിലെ മികച്ച ബാറ്റ്സ്മാനായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഷാഹിർ മികച്ച ബൌളറായി. റെഡ് പാന്തേഴ്സ് താരം അദ്നാൻ സൂക്കാണ് ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത്. വിജയികൾക്കും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്കും ചടങ്ങിൽ ട്രോഫികളും സമ്മാനങ്ങളും വിതരണം ചെയ്തു. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുന്നതിനായി നിയമപരമായ ചട്ടക്കൂട് രൂപീകരിക്കാനൊരുങ്ങുകയാണ് ഒമാൻ. ഡിജിറ്റൽ സുരക്ഷയുമായി ബന്ധപ്പെട്ടും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന ആശങ്കകൾ ഉയരുന്നതിനിടെയാണ് ഈ നീക്കം. സമൂഹ മാധ്യമ പേജുകളിൽ കുട്ടികൾ എങ്ങനെ ഇടപെടുന്നു എന്നത് സംബന്ധിച്ച് സമഗ്രമായ പഠനം ഒമാൻ ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികളുടെ അമിതമായ സ്ക്രീൻ സമയം, ഹാനികരമായതോ അനുചിതമോ ആയ ഉള്ളടക്കങ്ങൾ കുട്ടികളിലേക്ക് എത്തുന്നത് ഉൾപ്പെടെയുള്ള പഠനങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ചട്ടക്കൂട് ആലോചിക്കുന്നത്. ഇതിനു മുന്നോടിയായി അധ്യാപകർ, രക്ഷിതാക്കൾ, സാങ്കേതിക സ്ഥാപനങ്ങൾ എന്നിവരുമായി റെഗുലേറ്ററി അതോറിറ്റി കൂടിയാലോചനകൾ നടത്തും. ഈ വർഷം അവസാന പാദത്തിൽ നിയമത്തിന്റെ ചട്ടക്കൂട് പൂർത്തിയാകും. സമ്മിറ്റ് പവലിയനിലേക്ക് ഷർട്ടൂരി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ പ്രതിഷേധിച്ച 10ഓളം പേരെ അറസ്റ്റ് ചെയ്തു. നിർമ്മിത ബുദ്ധിയുടെ പുതുയുഗമാണ് ഉച്ചകോടിയിലൂടെ തുറന്നതെന്ന് ശശി തരൂർ പ്രതികരിച്ചു. ഉച്ചകോടിക്ക് സമാപനമായിട്ടുണ്ട്. അടുത്ത ഉച്ചകോടി സ്വിറ്റ്സർലാൻഡിലാണ്. ഇറാനുമായുള്ള 2ാം ഘട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ അന്ത്യശാസനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. യുഎസിന് സ്വീകാര്യമായ കരാറിൽ എത്തിച്ചേരാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ബോർഡ് ഓഫ് പീസിന്റെ ഉദ്ഘാടന യോഗത്തിലാണ് ഇറാൻ മെച്ചപ്പെട്ട കരാറിൽ എത്തിച്ചേരുന്നില്ലെങ്കിൽ ഏറ്റവും മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയത്. ഇറാനെ ആക്രമിച്ചേക്കുമെന്ന് ട്രംപ് ഇന്നലെയും ട്രൂത്ത് സോഷ്യലിലൂടെ സൂചനകൾ നൽകിയിരുന്നു. ഇന്ത്യൻ സമുദ്രത്തിലെ ഷാഗോസ് ദ്വീപിന്റെ പരമാധികാരം കൈവിട്ടതിനെതിരെ ബ്രിട്ടനെതിരെയും ട്രംപ് വിമർശനം ഉന്നയിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബോർഡ് ഓഫ് പീസ് ആദ്യ യോഗത്തിൽ നിരീക്ഷക രാജ്യമായി പങ്കെടുത്ത ഇന്ത്യ. ബോർഡ് ഓഫ് പീസിൽ ചേരാനുള്ള US ക്ഷണം പുനഃപരിശോധിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ പറഞ്ഞിരുന്നു. ഗാസ പുനരുദ്ധാരണത്തിന് വേണ്ടി എന്ന പേരിലാണ് ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ചത്. പദ്ധതിയിലേക്ക് ഇതുവരെ 9 രാജ്യങ്ങൾ $700 കോടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ജനുവരിയിൽ സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഉച്ചകോടിയിൽ ട്രംപ് അവതരിപ്പിച്ച ബോർഡ് ഓഫ് പീസ് ഐക്യരാഷ്ട്രസഭയ്ക്ക് സമാനമായ സംഘടനയായി മാറിയേക്കാമെന്നാണ് വിലയിരുത്തൽ.
ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ മേൽനോട്ടം വഹിക്കാനും ഭരണം പുനഃസ്ഥാപിക്കാനും അതിൽ ഒരു പങ്ക് വഹിക്കാനും ലക്ഷ്യമിട്ടുള്ള സംഘടനയാണിത്. US ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസിൽ നടന്ന യോഗത്തിൽ ഏകദേശം 50 രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ഇതിൽ അസർബൈജാൻ, ഈജിപ്ത്, ഹംഗറി, ഇന്തോനേഷ്യ, ഇസ്രയേൽ, ജോർദാൻ, മൊറോക്കോ, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, തുർക്കി, ഉസ്ബെക്കിസ്ഥാൻ എന്നിവയുൾപ്പെടെ 27 രാജ്യങ്ങൾ ബോർഡിന്റെ ഭാഗമാണ്. അതേസമയം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും നിരീക്ഷകരായി പങ്കെടുത്തു. യോഗത്തിൽ 9 അംഗങ്ങൾ ഗാസയ്ക്കുള്ള ദുരിതാശ്വാസ പാക്കേജിനായി സംയുക്തമായി $7 ബില്യൺ വാഗ്ദാനം ചെയ്യാൻ സമ്മതിച്ചതായി ട്രംപ് പറഞ്ഞു. ബോർഡ് ഓഫ് പീസിനായി US $10 ബില്യൺ വാഗ്ദാനം ചെയ്യുന്നതായും അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്നാൽ ഈ പണം എന്തിനുവേണ്ടി ഉപയോഗിക്കുമെന്നത് വ്യക്തമാക്കിയില്ല. അന്താരാഷ്ട്ര സുരക്ഷാ സേനയുടെ കമാൻഡർ മേജർ ജനറൽ ജാസ്പർ ജെഫേഴ്സ് മൊറോക്കോ, കസാക്കിസ്ഥാൻ, കൊസോവോ, അൽബേനിയ എന്നിവ ഗാസയിലേക്ക് ആയിരക്കണക്കിന് സൈനികരെ അയക്കാനും വാഗ്ദാനം ചെയ്തതായും ഈജിപ്തും ജോർദാനും ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുമെന്നും അറിയിച്ചു. അതേസമയം ഗാസ ഉൾപ്പെടെയുള്ള മുഴുവൻ മേഖലയിലും ദീർഘകാലവും നീണ്ടുനിൽക്കുന്നതുമായ സമാധാനത്തിനുള്ള വഴിയൊരുക്കുന്ന എല്ലാ സംരംഭങ്ങളെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഇന്ത്യ പൂർണ്ണ അംഗമായില്ലെങ്കിലും ബോർഡുമായി സംവദിക്കാൻ തയ്യാറാണെന്ന് ഇന്ത്യൻ പ്രതിനിധി സാന്നിധ്യം വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. T20 ലോകകപ്പിൽ സൂപ്പർ 8 മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. നാളെ വൈകിട്ട് 7 മണിക്ക് ന്യൂസിലാൻഡ് പാകിസ്ഥാനെ നേരിടും. ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. സെമി ഫൈനൽ മാർച്ച് 4, 5 തീയതികളിലും ഫൈനൽ 8-നും നടക്കും. ഗ്രൂപ്പ് ഘട്ടത്തിലെ കടമ്പകൾ കടന്ന 8 കരുത്തരായ ടീമുകളാണ് കിരീട പോരാട്ടത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. മുൻ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയുടെ അപ്രതീക്ഷിത പുറത്താക്കൽ ഒഴിച്ചാൽ മുൻനിര ടീമുകളൊക്കെയും രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. എ ഗ്രൂപ്പിൽ നിന്ന് ഇന്ത്യയും പാകിസ്ഥാനും, ബി ഗ്രൂപ്പിൽ നിന്ന് ശ്രീലങ്കയും സിംബാബ്വേയും, സി ഗ്രൂപ്പിൽ നിന്ന് ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും, ഡി ഗ്രൂപ്പിൽ നിന്ന് ന്യൂസിലാൻഡും ദക്ഷിണാഫ്രിക്കയുമാണ് സൂപ്പർ 8-ലെത്തിയിരിക്കുന്നത്. കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിലെ ആദ്യ മത്സരത്തിൽ നമീബിയെ പരാജയപ്പെടുത്തിയ പാകിസ്ഥാനും മികച്ച ഫോമിലുള്ള ന്യൂസിലാൻഡും പോരാടും. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയുടെ സൂപ്പർ 8-ലെ ആദ്യ മത്സരം ഞായറാഴ്ചയാണ്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ. 26-ന് സിംബാബ്വേക്കെതിരെയാണ് ഇന്ത്യയുടെ രണ്ടാം മത്സരം. ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. അവസാന മത്സരം മാർച്ച് 1-ന് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7 മണിക്ക് വെസ്റ്റ് ഇൻഡീസിനെതിരെയും നടക്കും. ഓസ്ട്രേലിയയെ അട്ടിമറിച്ചാണ് സിംബാബ്വെ സൂപ്പർ 8-ൽ ഇടം നേടിയത്. ഓരോ ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാർ സെമി ഫൈനലിലേക്ക് മുന്നേറും. ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും 6 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക. ന്യൂസ് ഡെസ്ക്, അമൃത TV. ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക.